അർജുൻ വിവാഹാലോചനയെക്കുറിച്ച് അറിയാൻ വിളിക്കുക. SP-ക്ക് ധ്വനിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഈ ആലോചന ഒഴിവാക്കണം. ഹലോ അർജുൻ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ആ ഇതാണ് മനസ്സുകൾ തമ്മിലുള്ള ഐക്യം. അങ്കിളുടെ മനസ്സറിഞ്ഞതുപോലെയായി എന്റെ വിളി അല്ലേ? അങ്കിൾ പറഞ്ഞ പോലെ ധ്വനിയുടെ വീട്ടില് ഞാൻ എല്ലാം സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ആലോചനയുമായിട്ട് നിങ്ങൾ എന്നാ വരുന്നത് തീരുമാനിച്ചോ? അത് ധ്വനിക്ക് ഇത്തിരി മെച്യൂരിറ്റി കുറവുണ്ടോയെന്ന് SP-ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സമയത്ത് SP-യുടെ കുടുംബക്കാർ വഴി മറ്റൊരു കുട്ടിയുടെ ആലോചന വന്നു. ആ പ്രപ്പോസലാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ അതങ്ങ് ഫോർവേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അയ്യോ അങ്ങളെ, ധ്വനി കാണുന്ന പോലൊന്നുമില്ല, ഭയങ്കര മെച്യൂരിറ്റിയാ. സാരി ഉടുത്താൽ ശരിക്കും ഒരു തള്ള വൈബാ. അമ്മച്ചി ലുക്ക്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങള് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ എന്നാ ഓക്കെ. അല്ല, അപ്പൊ ആ കല്യാണം മുടങ്ങാനേ വിളിക്കണേ. എന്നെ നിർത്തിക്കൊണ്ട് ബോഡി ഷേവിംഗ് ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അതെ, അങ്ങാടി തോറ്റാൻ എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. ആ SP അങ്കിളുടെ മുമ്പില് നീ ക്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് മെഴുകി ഓവറാക്കി ചളവാക്കി. എടി, അതാ നിനക്ക് മെച്ചൂരിറ്റി ഇല്ലെന്ന് അവർക്ക് തോന്നിയത്. ഞാൻ വാരി വിതറിയ ക്യൂട്ട്നെസ്സിന് ഒരു കുഴപ്പമില്ലായിരുന്നു. നീ എന്നെ കുറിച്ച് കൊടുത്ത ബിൽഡപ്പുകളും മോശമായതുകൊണ്ടാ അവരെന്നെ റിജക്ട് ചെയ്തത്. ഓഹോ, ഇപ്പൊ കുറ്റം എന്റെ തലയിലായോ? എടി, നീ ഒരു കിളി പോയ ആയിട്ടാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ച? ആർക്കാടാ കിളി പോയത്? എനിക്കോ? 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 ധ്വനി, എന്നെ പോലെ ഒരുത്തിയ മരുമോളെ കിട്ടണമെങ്കിലേ ആലവലാതി SP-യും അയാളുടെ വൃത്തിയുടെ കുടുംബക്കാരും തപസ്സിരിക്കണം. തപസ്. എന്നിട്ട് എന്താ അവര് റിജക്ട് ചെയ്തേ? എടി, നിനക്ക് സ്വപ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ ആ കുടുംബക്കാർക്കും അവരുടേതായ സ്വപ്നങ്ങൾ കാണും. അതിന് നീ മാച്ച് അല്ല. അതിന് ഞാൻ മാച്ച് അല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. മിക്കവാറും സ്വാമി ആയിരിക്കും എനിക്കിട്ട് പാര വെച്ചത്. SP അങ്കിളിനെ പറഞ്ഞു തിരിപ്പിച്ചത് അയാളായിരിക്കും. കൊള്ള സ്വാമി. എന്തായാലും ഫലത്തിൽ ആലോചന മുടങ്ങി. ഇനിയിപ്പോ നമ്മളെ തമ്മിൽ വഴക്കിട്ടിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം കൊണ്ട് സെറ്റ് ഒരു കോടീശ്വരൻ ഒത്തു വന്നതായിരുന്നു. അത് തേഞ്ഞു. പ്രപ്പോസൽ വന്നിട്ടല്ലേ ഉള്ളൂ, കല്യാണം നടന്നിട്ടില്ലല്ലോ. കല്യാണം നടക്കുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അതിനു മുമ്പ് ആര്യനെ ഞാൻ അടിച്ചെടുക്കും. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഓഹോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാ? അതെ, കണ്ട നിമിഷം തന്നെ അവന്റെ കാശിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തും ആര്യനെ നിനക്ക് സെറ്റാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഡീൽ? ഡീൽ. തൽക്കാലവേ നമ്മൾ തേഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം എന്റെ വീട്ടിൽ അറിയണ്ട. ആര്യന്റെ ആലോചന വരും എന്ന് കരുതി തന്നെ അവരിരുന്നോട്ടെ. നീ പേടിക്കണ്ടെന്ന്, നമുക്ക് തള്ളി മറിക്കാന്നേ. വേണമെങ്കിൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കല്യാണാലോചന വരെ നടത്താം. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ ആളുണ്ടെന്നേ. വിവാഹം നടത്തിയതുകൊണ്ട് മാത്രം എന്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു എന്ന് നിങ്ങൾ കരുതണ്ട. കീർത്തിമോൾക്ക് നല്ലൊരു ജീവിതം ഞാൻ തന്നെ ഉറപ്പുവരുത്തും. അതിനെനിക്ക് പറ്റും. ഞങ്ങളുമായിട്ട് സാറിനൊരു ബന്ധവുമില്ല. എന്നിട്ടും ന്യായമായൊരു കാര്യത്തിൽ ഇടപെട്ട് എന്റെ അനിയത്തിക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തതിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. ചില ബന്ധങ്ങള് ദൈവം തന്നെ വിളക്കി ചേർക്കുന്നതാ. മിഥുനിൽ നിന്നും രക്ഷപ്പെട്ട നീ എന്തിനാ എന്റെ വണ്ടിയുടെ മുമ്പിൽ തന്നെ വന്ന് വീണത്? ഏതോ ഒരു പെണ്ണെന്ന് കരുതി അവഗണിക്കാതെ ഞാൻ എന്തിനാ 1.5 മാസത്തോളം നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചത്? നാട്ടിലേക്ക് പോയ നിന്നെ തേടി ഞാനും സ്വാമിയും എന്തിനാ പിന്നാലെ വന്നത്?
എല്ലാത്തിനും ഒറ്റ ഉത്തരവേ ഉള്ളൂ. നീ വന്നു ചേരേണ്ടത് എന്നിലേക്ക് തന്നെയായിരുന്നു. സർ, സാറല്ല, നിന്റെ സാറല്ല ഞാൻ.